നാമനിർദ്ദേശ പത്രികാ സമർപ്പണത്തിന് ഒരു പ്രവൃത്തി ദിവസം മാത്രം ബാക്കി നിൽക്കെ നിരവധി പ്രമുഖർ ഇന്ന് പത്രിക സമർപ്പിച്ചു. പേരാവൂരിൽ കെ ശൈലജയും സണ്ണി ജോസഫും പത്രിക സമർപ്പിച്ചു. തളിപ്പറമ്പിൽ പി ശ്യാമള, പേരാമ്പ്രയിൽ ടി രാമകൃഷ്ണൻ, പുതുപ്പള്ളിയിൽ ചാണ്ടിയുമ്മൻ എന്നിങ്ങനെ നിരവധി നാമനിർദ്ദേശ പത്രികാ സമർപ്പണം ഇന്നുണ്ടായി. പത്രികാ സമർപ്പണം വിവിധയിടങ്ങളിൽ ഇപ്പോഴും തുടരുകയാണ്. ന്യൂസ് ഡെസ്കിൽ നിന്നും ലിജോ വർഗീസ് വിവരങ്ങളുമായി ചേരും. ലിജോ, എന്തായാലും ഒരു ദിവസം മാത്രം ബാക്കി നിൽക്കെ എല്ലാ പ്രമുഖരായിട്ടുള്ള സ്ഥാനാർത്ഥികളും ഇന്നിപ്പോൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരിക്കുകയാണ്. പലരും അത് തുടരുകയുമാണ്. അപ്പോൾ എത്രമാത്രം വലിയ സ്വീകരണം അല്ലെങ്കിൽ അത്തരം റോഡ് ഷോ അടക്കമുള്ള കാര്യങ്ങൾ വഴിയാണ് ആളുകൾ സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ എത്തിയതും. അപ്പോൾ എത്രമാത്രം വിപുലമായാണ് ഈ ഒരു നാമനിർദ്ദേശ പത്രിക സമർപ്പണം അണികൾ ഒരുക്കിയിരിക്കുന്നത്? സ്വാതി, തിങ്കളാഴ്ച 3 മണിക്കാണ് പത്രികാ സമർപ്പണത്തിനുള്ള അവസാന സമയം. അതുകൊണ്ട് തന്നെ ഓരോ മുന്നണിയിലുമുള്ള സ്ഥാനാർത്ഥികൾ അവരുടെ ഇപ്പോൾ നാമനിർദ്ദേശ പത്രിക വളരെ വേഗത്തിൽ സമർപ്പിച്ചുകൊണ്ട് പ്രചാരണത്തിലേക്ക് കടക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത്. പ്രധാനപ്പെട്ട എല്ലാ സ്ഥാനാർത്ഥികളും, ഏതാണ്ട് എല്ലാ സ്ഥാനാർത്ഥികളും ഇപ്പോൾ തന്നെ, അല്ലെങ്കിൽ ഒരു സ്റ്റാർ വാല്യൂ ഉള്ള രാഷ്ട്രീയക്കാരായിട്ടുള്ള സ്ഥാനാർത്ഥികൾ എല്ലാവരും തന്നെ അവരുടെ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിട്ടുണ്ട്. തിരുവനന്തപുരത്ത് വി ശിവൻകുട്ടി, അതോടൊപ്പം തന്നെ കെ മുരളീധരൻ, അതോടൊപ്പം തന്നെ BJPക്ക് വേണ്ടി മത്സരിക്കുന്ന വി മുരളീധരൻ അടക്കമുള്ള നേതാക്കൾ പത്രിക സമർപ്പിച്ചിട്ടുണ്ട്. കൊല്ലത്ത് ബാലഗോപാലും, ധനമന്ത്രി ബാലഗോപാലും, അതോടൊപ്പം തന്നെ ഗതാഗത വകുപ്പ് മന്ത്രി ഗണേഷ് കുമാർ ഉൾപ്പെടെയുള്ള, അദ്ദേഹത്തിനെതിരെ മത്സരിക്കുന്ന ജ്യോതികുമാർ ചാമക്കാല ഉൾപ്പെടെയുള്ള ആളുകൾ അവിടെ പത്രികാ സമർപ്പണം കഴിഞ്ഞു. ഇനി ബാക്കിയുള്ള ആളുകളും ബിന്ദുകൃഷ്ണ അടക്കമുള്ള ആളുകൾ പത്രികാ സമർപ്പണത്തിന് അല്പസമയം കൊണ്ട് എത്തും. ഇടുക്കിയിൽ മന്ത്രി റോഷി അഗസ്റ്റിൻ ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട നേതാക്കളെല്ലാവരും അവിടെ ഇപ്പോൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിട്ടുണ്ട്. തൃപ്പൂണിത്തുറയിൽ, എറണാകുളം ജില്ലയിലേക്ക് വരുമ്പോൾ തൃപ്പൂണിത്തുറയിൽ KN ഉണ്ണികൃഷ്ണൻ, അദ്ദേഹം നേരത്തെ വൈപ്പിനിൽ MLA ആയിരുന്നു, ഇത്തവണ തൃപ്പൂണിത്തുറയിലേക്ക് മാറി LDFിൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ അവിടെയും പത്രികാ സമർപ്പണം നടന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മുഹമ്മദ് റിയാസ്, KK ശൈലജ അടക്കമുള്ള നേതാക്കളെല്ലാവരും അവരുടെ പത്രികാ സമർപ്പണം നടത്തുന്നു. അതായത് LDFിൻ്റെ ഏതാണ്ട് എല്ലാ സ്ഥാനാർത്ഥികളും അവരുടെ പത്രികാ സമർപ്പണം ഇന്നത്തോടുകൂടി പൂർത്തിയാക്കി നാളെ മുതൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലേക്ക് സജീവമായി മുമ്പോട്ട് പോകാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ ചില ഇടങ്ങളിൽ, അതായത് തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള ചില മണ്ഡലങ്ങളിൽ അവർക്ക് സ്ഥാനാർത്ഥികൾ പ്രഖ്യാപനം വൈകുന്നുണ്ടായിരുന്നു. പക്ഷേ ഇന്നലെ വൈകുന്നേരത്തോടുകൂടി അക്കാര്യത്തിൽ തീരുമാനമായി. ഇന്നിപ്പോൾ അതും അവർ സുധീർ കർമ്മനെയാണ് തിരുവനന്തപുരത്ത് മത്സരിക്കുന്നത്, അദ്ദേഹം ഉൾപ്പെടെയുള്ള സ്ഥാനാർത്ഥി പട്ടിക പൂർത്തിയാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വേഗത്തിൽ ഇനി നാളെ ഇനിയിപ്പോൾ അവധിയാണ്, മറ്റന്നാളോടുകൂടി പത്രികാ സമർപ്പണം പൂർത്തിയാക്കാൻ അവർക്ക് കഴിയുന്നൊരു സാഹചര്യമുണ്ട്. BJPയെ സംബന്ധിച്ചിടത്തോളം ഇനിയും കുറച്ച് സ്ഥാനാർത്ഥികളെ കൂടി പ്രഖ്യാപിക്കാനുണ്ട്. അതുകൂടെ കഴിഞ്ഞെങ്കിൽ മാത്രമേ NDAയുടെ മുന്നണി എന്ന നിലയ്ക്ക് പൂർണ്ണമായും സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വരികയും അവർക്ക് പത്രികാ സമർപ്പണം കഴിഞ്ഞ് തെരഞ്ഞെടുപ്പിലേക്ക് കടക്കാൻ കഴിയുകയുള്ളൂ. ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം വളരെ സമയം കുറവാണ് എന്നതാണ് ഒരു പ്രശ്നമായിരിക്കുന്നത്. കാരണം ഈ ഏപ്രിൽ 6-ാം തീയതി വരെയാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്താൻ കഴിയുക. 7-ാം തീയതി വരെയാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്താൻ കഴിയുക. 8-ാം തീയതി നിശബ്ദ പ്രചാരണമാണ്, 9-ാം തീയതി തെരഞ്ഞെടുപ്പാണ്. അതുകൊണ്ട് തന്നെ വളരെ വേഗത്തിൽ ഈ പത്രികാ സമർപ്പണം കൂടി പൂർത്തിയാക്കി ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങി പല ഇടങ്ങളിലും, ഇപ്പോൾ പല മണ്ഡലങ്ങളിലും ആരൊക്കെയാണ് സ്ഥാനാർത്ഥികളെന്ന് സംബന്ധിച്ച് പോലും ജനങ്ങൾക്ക് വ്യക്തത ഇല്ലാത്തൊരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ വേഗത്തിൽ ജനങ്ങളുടെ അടുത്തേക്ക് എത്തുകയും അവരുടെ ഇടയിലേക്ക് സ്ഥാനാർത്ഥികളെ പരിചയപ്പെടുത്തി അവരുമായി ബന്ധം സ്ഥാപിച്ച് വോട്ടാക്കി മാറ്റുക എന്നുള്ള ഭഗീരഥമായിട്ടുള്ളൊരു പ്രയത്നം ഓരോ മണ്ഡലത്തിലും ഓരോ മുന്നണികൾക്കും നടത്തേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നത്തോടുകൂടി വളരെ വേഗത്തിൽ പത്രികാ സമർപ്പണം പൂർത്തിയാക്കാനാണ് എല്ലാവരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു ഓട്ടപ്പാച്ചിൽ നമുക്ക് ഇപ്പോൾ കാണാൻ കഴിയും. ഓണത്തിൻ്റെ തലേ ദിവസം എന്നൊക്കെ പറയുന്ന ഉത്രാടപ്പാച്ചിൽ പോലെ ഈ പത്രികാ സമർപ്പണത്തിൻ്റെ തലേ ദിവസങ്ങളിലുള്ള പാച്ചിലാണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ ഓരോ മുന്നണികളിലുമുള്ളത്. ആ തരത്തിൽ അത് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് വൈകുന്നേരവും അതോടൊപ്പം തന്നെ തിങ്കളാഴ്ച 3 മണിയാകുമ്പോഴേക്കും എല്ലാ മണ്ഡലങ്ങളിലുമുള്ള എല്ലാ മുന്നണികളുടെയും സ്ഥാനാർത്ഥികളുടെ നാമനിർദ്ദേശ പത്രിക പൂർത്തിയാക്കുകയും അതിനുശേഷം സ്ക്രൂട്ടിനിക്ക് ശേഷം പൂർണ്ണമായൊരു സ്ഥാനാർത്ഥി പട്ടിക പുറത്തേക്ക് വരുന്നതോടുകൂടി മത്സര ചിത്രം വ്യക്തമാകുകയുള്ളൂ. അതുകൊണ്ട് തന്നെ വളരെ സൂക്ഷ്മമായി ചെയ്യേണ്ട കാര്യങ്ങളാണ്. അത് വളരെ വേഗത്തിൽ ചെയ്യേണ്ട ഒരു സാഹചര്യം കൂടി ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടികൾക്ക് വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് പറയാനാവുക.